എന്തായാലും രക്ഷാപ്രവർത്തനം ദൗത്യം തുടരുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അതിലെ ആ അർജുന്റെ ലോറിയിലേക്ക് എത്താനുള്ള സമയമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ ദൗത്യത്തിന്റെ വേഗത കൂട്ടാൻ, തീവ്രത കൂട്ടാൻ സൈന്യം എത്തുന്നുണ്ട്. അല്പസമയത്തിനകം സൈന്യം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 10:42 സമയം. 11 മണിയോടുകൂടി സൈന്യം എത്തുമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. ബൈജു, അതിൽ മാറ്റമില്ലല്ലോ അല്ലേ? 11 മണിയോടുകൂടി സൈന്യം എത്തില്ലേ? തീർച്ചയായും ഏത് സമയത്തും സൈന്യം ഇവിടെ എത്തുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. കാരണം അവർ വളരെ വേഗതയിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ അവർ നീക്കിയത്. ഇന്നലെ ഈ സംഭവം കലക്ടർ റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ബൽഗാവിയിലുള്ള 40 അംഗ സൈന്യത്തെ സജ്ജീകരിക്കുന്നു. അവരോട് അപ്പോൾ തന്നെ പുറപ്പെടാൻ ശേഖർ കുര്യാക്കോസ്, മെമ്പർ സെക്രട്ടറി ദുരന്ത നിവാരണ അതോറിറ്റി, അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ശ്രീ ശേഖർ കുര്യാക്കോസ്, ഈ രക്ഷാപ്രവർത്തന ദൗത്യം താങ്കൾ വിലയിരുത്തുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ അവിടെ നടക്കുന്ന ദൗത്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുക? ഇപ്പോ അതിനെ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലല്ലല്ലോ നമ്മൾ. അതുകൊണ്ട് അവരുടെ രക്ഷാപ്രവർത്തനം നടക്കട്ടെ. എനിക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് ഞാൻ തരാം. അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി നിരന്തരം ഞാൻ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്ന്, അവര് ഈ ആർമിയോട് അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആർമിയോട് ചില സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റുകൾ, ഈ മൈൻ കണ്ടുപിടിക്കുന്നതിനുൾപ്പെടെയുള്ള എക്യുപ്മെന്റുകൾ കൊണ്ടുവരണം. കാരണം അതാവുമ്പോൾ വളരെ ആഴത്തിൽ മെറ്റൽ ബോഡീസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2, നേവിയുടെ അടുത്ത് സോണാറുകൾ ഡിപ്ലോയ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളുടെ മത്സ്യത്തൊഴിലാളികളുടെ സേവനത്തിന്റെ അനുഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഗോകർണയിലുള്ള ട്രോളർ ബോട്ടുകളിൽ ന്യായമായും സോണാർ ഉണ്ടാകും. അത് ആ ബോട്ടുകളെ 1-2 ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് ആരായണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് മാഡം ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ ആ ഡയറക്ഷനിലും ചില ശ്രമങ്ങൾ, കൂടുതൽ സോണാറുകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തും. ഈ പുഴയിൽ പരിശോധന നടത്താനായിട്ട് മത്സ്യത്തൊഴിലാളികളെ അവർക്കും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അവർ ഉപയോഗിക്കട്ടെ, അവരുടെ സേവനം. മിക്ക ട്രോളർ ബോട്ടുകളിലും സോണാർ ഉണ്ടാകും. അപ്പോൾ അത് ലഭിക്കാനുള്ള ശ്രമം അവർ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഈ ആർമി വന്ന് അവരുടെ ആദ്യത്തെ ഒരു റൗണ്ട് ഒന്ന് റെക്കഗ്നൈസൻസ് നടത്തിയിട്ട് വേണമെങ്കിൽ അവര് ബാംഗ്ലൂരിൽ നിന്ന് മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതിന് ശ്രമിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ മാഡം തന്നെ നേരിട്ട് ഇന്നലെ അവിടെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. കാര്യങ്ങളെ കൂടുതൽ ടൈറ്റൻ ചെയ്തിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. റൈറ്റ്. ശ്രീ ശേഖർ കുര്യാക്കോസ്, താങ്കളുടെ വാക്കുകളിൽ നിന്ന് എനിക്കൊരു സംശയം തോന്നിയതാണ്. ഈ പുഴയിലേക്ക് ആ ലോറി മറിഞ്ഞിരിക്കാമെന്നുള്ള സാഹചര്യം അത് ഇനിയും തള്ളിക്കളയാറായിട്ടില്ല എന്നാണോ? പ്രത്യേകിച്ചും അവിടെ പുഴയിൽ പരിശോധന നടത്താൻ നേവിയുടെ സംഘം വീണ്ടും ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഞാൻ വിശദീകരിച്ചിരുന്നല്ലോ. അത്തരം ഒരു സംശയം അവർക്ക് ഇന്നലെ മുതലുണ്ട്. പക്ഷെ അപ്പോൾ പോലും അത് ഇല്ല എന്നുള്ള സ്ഥിരീകരണം ഇന്നലെ അവിടെ നിന്ന് വന്നിരുന്നു എന്ന് തോന്നുന്നു. അത് നേവി പ്രാഥമികമായി ചില പരിശോധനകൾ നടത്തിയപ്പോൾ അവർക്ക് അത് അവിടെ എങ്ങും കണ്ടെത്താൻ പറ്റിയില്ല. നേവിയും NDRFും അവിടെ പരിശോധന നടത്തിയിരുന്നു. അന്നേരം ആ ഭാഗത്ത് കണ്ടില്ല. പക്ഷേ ഇത്രയും സമയം ഡിഗ് ചെയ്തിട്ടും അവർക്ക് ലോറിയുടെ, ഇത്രയും വലിയൊരു ലോറിയുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ തടിക്കഷ്ണമോ ഒന്നും കാണാത്തത് കൊണ്ട് അവർക്കൊരു സംശയമുണ്ട്. ആ സംശയം ഇന്നലെ അവർക്കുണ്ട്. അതിനുള്ള ശ്രമം അവർ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് അവർക്ക് ഈ സോണാറൊക്കെ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോ അധികമായി സോണാറിനുള്ള സാധ്യത ആണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു സൗകര്യം നമ്മൾ വിനിയോഗിക്കുമായിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് അവർ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളത് റൂൾ ഔട്ട് ചെയ്യേണ്ട. അത് മാത്രമല്ല, മറ്റ് ചില കുടുംബങ്ങളും വാഹനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഉള്ള അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ കൂടുതലും അറിയുന്നത് ഈ ശ്രീ അർജുന്റെ ലോറിയെ സംബന്ധിച്ചിട്ടാണ്. പക്ഷേ അവിടെ മറ്റു ചില വാഹനങ്ങളും ഉണ്ടായിരുന്നു, അവയും കണ്ടെത്തിയിട്ടില്ല എന്ന പ്രശ്നവും അവിടെ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും പുഴയിൽ കൂടുതൽ തെരച്ചിൽ നടത്തുന്നത് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് അവരത് നടത്തട്ടെ. അത് ഇന്നലെ തന്നെ അവർ അതിന് വേണ്ടുന്ന ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ശ്രീ ശേഖർ കുര്യാക്കോസ്, ഈ മണ്ണിടിച്ചിൽ അവിടെ തുടരുന്നുണ്ട് എന്നറിയാം. അതുകൊണ്ടായിരിക്കുമോ കൂടുതൽ ആഴത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ ആ മണ്ണ് നീക്കുന്ന പ്രക്രിയ നടത്താനുള്ള തടസ്സമുണ്ടാകുന്നത്? മെല്ലെയാണ് ആ മണ്ണ് മാറ്റുന്നത് എന്ന് അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പറയുന്നത് കേട്ടിരുന്നു. ആദ്യം നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോഴും ഞാനിത് പറഞ്ഞിരുന്നല്ലോ. അവിടെ ഇനിയുള്ള ദിവസങ്ങളിലും മഴയാണ്, ശക്തമായ മഴ തുടരും. ഏതാണ്ട് ഓഗസ്റ്റ് 3-ാം തീയതി വരെ വടക്കൻ കേരളത്തിലും കർണാടകത്തിന്റെ മഹാഭൂരിപക്ഷം ഭാഗത്തും മഴ തന്നെയായിരിക്കും.
ഈ മഴ പെയ്യുന്നത് നമ്മൾ കാണുന്നത് ചില ഭാഗത്താണ്. മുകളിൽ പെയ്തിട്ടുള്ള മഴയുടെ നീരുറവകളും ധാരാളമായി ഈ മണ്ണിലുണ്ട്. അപ്പൊ അവര് ഇതിൽ കൂടുതൽ ഹെവി എക്യുപ്മെന്റ് കൊണ്ടുവന്ന് ആ മലയുടെ ചോട് ഒക്കെ അടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ അളവിൽ ഈ മല മുഴുവനും കൂടി പോരാൻ സാധ്യതയുണ്ട്. അവിടെ പ്രവർത്തിക്കുന്ന നമ്മളുടെ ആളുകളെയും നമ്മൾ പരിഗണിക്കണമല്ലോ, അവരുടെ ജീവനും നമ്മൾ പരിഗണിക്കണം. ഈ ഹിറ്റാച്ചിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവരുടെ ജീവനും പരിഗണിക്കണ്ടേ? അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം സാവധാനത്തിൽ ഇത് മാറ്റാൻ പറ്റുള്ളൂ, അല്ലാതെ വളരെ പെട്ടെന്ന് ഒരു സാധ്യമല്ല. നമുക്കൊരു ബുൾഡോസർ കൊണ്ടുവന്ന് വെച്ച് ഇത് മുഴുവൻ ഇടിച്ച് മാറ്റിയെടുക്കുക, അങ്ങനത്തെ ഒരു രീതിയിൽ ഈ കാര്യം ചെയ്യാൻ സാധിക്കില്ല. നമ്മള് കവളപ്പാറയിലും കണ്ടതല്ലേ, ഇതേപോലെ വളരെ പതുക്കെ സാവധാനം മാത്രമാണ് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. കാരണം അതുപോലത്തെ മണ്ണാണ്, അത് ഒട്ടിപ്പിടിക്കുന്ന ചെളി നിറഞ്ഞ മണ്ണാണ്. ഓക്കെ ഓക്കെ എന്നാൽ വളരെ നന്ദി ശ്രീ ശേഖർ കുര്യാക്കോസ്. ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ആണ് പ്രതികരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ അദ്ദേഹം നൽകിയത് സൈന്യം ഈ മൈനുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരും. മെറ്റൽ ഡിറ്റക്ടർ, അത് വളരെ ആഴത്തിലുള്ള മെറ്റലുകൾ പോലും ഡിറ്റക്ട് ചെയ്യുന്ന സംവിധാനം കൊണ്ടുവരുന്നുണ്ട്.